ഹലോ, ഇന്ന് എൻ്റെ ചെറിയൊരു മിനി വ്ലോഗാണ് കാണുന്നത്. വെളുപ്പാങ്കാലം 4 മണിക്ക് എണീറ്റ് അടുപ്പ് കത്തിക്കാൻ നോക്കിയതാണ്, കത്തുന്നില്ല. ഭയങ്കര പാട്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കത്തിച്ചെടുത്തു. അത് ലാസ്റ്റ് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. ഒന്നാമതേ ഇപ്പം നല്ല മഴയാണ്, അന്നേരം ഇച്ചിരി കത്താനൊക്കെ പാടാണ് അടുപ്പൊക്കെ. മക്കൾക്ക് ട്യൂഷനൊക്കെ ഓണപ്പരീക്ഷയൊക്കെ ആയി. അന്നേരം നേരത്തെ ഇപ്പോൾ സ്കൂൾ ബസ്സൊക്കെ വരും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നേരത്തെ എണീറ്റേ പറ്റൂ. അങ്ങനെ ഇന്ന് ഇടിയപ്പമാണ് കേട്ടോ. മിക്ക ദിവസവും ഒന്നെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ അപ്പം, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. മിക്ക വീടുകളിലും ഇതൊരു ആണ്ടിലെ അമാവാസിയിൽ ഉണ്ടാക്കുന്നൊരു ഡിഷാണ് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് പീച്ചാൻ. അങ്ങനെ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പത്തിലോട്ടാക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിനിടയ്ക്ക് ഞാൻ തേങ്ങയൊക്കെ ചിരുകി അങ്ങനെ നമ്മൾ അത് പീച്ചിയെടുത്തു. ഇച്ചിരി ടാസ്ക് നിറഞ്ഞ പരിപാടിയാണ്, എന്നാലും ഇച്ചിരി കഷ്ടപ്പെട്ട് പീച്ചിയെടുത്തു. കുഴച്ചപ്പോഴത്തേക്കും ഇച്ചിരി കട്ടിയായിപ്പോയി മാവ്. അങ്ങനെ പീച്ചാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് നല്ല കറണ്ട് കട്ടാണ്. ഇപ്പം ഡെയിലി കറണ്ട് പോവും. അങ്ങനെ ഈ വെളുപ്പാങ്കാലമൊക്കെ എണീക്കുമ്പോൾ കറണ്ട് കെട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാർ ഉള്ള കാലത്ത് അത്രയും കറണ്ട് കെട്ടും ബുദ്ധിമുട്ടും വന്നിട്ടില്ല. വല്ല കാറ്റടിക്കുമ്പോൾ മഴവും ഒക്കെ പിഴുതു വീഴുന്ന സമയത്തൊക്കെ കറണ്ട് കെട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പം ഡെയിലി കറണ്ട് കെട്ടാണ് കേട്ടോ. ഇങ്ങനെ അടുപ്പൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണമല്ലോ. പ്രത്യേകിച്ച് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയാവണം. അങ്ങനെ മക്കളെയൊക്കെ ട്യൂഷന് സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം താണ്ട് എഴുത്തിലോട്ട് കയറിയതാണ്. ഇതാണ് അവസ്ഥ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഇവനെ ഇപ്പോൾ എഴുത്തിലാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് വയലിലോട്ട് വന്നതാണ് കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇവൻ്റെ കയറും. ഇവങ്ങാണൊരു കുത്ത് തന്നാൽ ഞാൻ താണ്ട് ആ വെള്ളത്തിൽ പോയി കിടക്കും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ്ട് അവനെ കൊണ്ടുവന്ന് കെട്ടി. ഇതാണ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നല്ല പോച്ചയൊക്കെ തളുത്ത് കിടക്കുകയാണ്. അങ്ങനെ അവനെ കൊണ്ടുവന്ന് അവിടെയൊക്കെ കെട്ടി. അങ്ങനെ അവൻ്റെ അടുത്ത് ടാറ്റാ ബൈ പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അവിടെ തന്നെ നിന്നാൽ ശരിയാവത്തില്ല, നീയുണ്ട് പരിപാടികൾ. പ്രത്യേകിച്ച് അവൻ തന്നെ ആക്കിയിട്ടിരിക്കുന്ന ആ എരുത്തിൽ തന്നെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ അവിടുന്ന് ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞു അവനെ കെട്ടിയിട്ട് എന്താണ്ട് വന്നതാണ്. ഞങ്ങളുടെ അവിടുന്ന് വരുന്ന വെള്ളമാണ്, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ആ വയലിലൊക്കെ വരുന്ന വെള്ളവും മലയിൽ നിന്ന് വരുന്ന. അന്നേരത്തേക്ക് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല തകർത്തങ്ങ് മഴ പെയ്തു. മഴയൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കിഷ്ടമുണ്ട്. ഞാൻ ഇങ്ങനെ വന്ന് സിറ്റൗട്ടിലൊക്കെ വന്നിരിക്കും, മഴയൊക്കെ നോക്കി. ഇങ്ങനെ മഴയൊക്കെ തോടുന്നതും കാത്തിരിക്കുകയാണ്. അവിടെ തോന്നുമ്പോഴത്തേക്കും എന്താണ്ട് എരുത്തിലോട്ട് ഇറങ്ങി. എരുത്തിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം എന്താണ്ട് കോഴിക്കൂട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പ്രത്യേകിച്ച് ഈ കോഴിക്കൂട്ടിലെ തീട്ടമൊക്കെ കൂടിക്കിടക്കുമ്പോഴത്തേക്കും വല്ല എഴജന്തുക്കളൊക്കെ കയറി വരും. അങ്ങനെ കോഴിക്കൂടിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി വേറെ ചാക്കൊക്കെ ഇട്ടു. ഈ കോഴികളെ വളർത്തുന്നവരൊക്കെ ഇച്ചിരി സൂക്ഷിക്കണം. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കോഴിത്തീറ്റൊക്കെ ഒരുപാട് കൂടി വരുമ്പോഴത്തേക്കും ഈ ഊരുക്കളൊക്കെ വന്ന് കയറിയിരിക്കും.
അങ്ങനെ അതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ്. എന്ന് വിചാരിച്ചു ചീനിയൊക്കെ പുഴുങ്ങാമെന്ന്. അങ്ങനെ ചീനിയൊക്കെ പെട്ടെന്ന് പുഴുങ്ങി ചമ്മന്തിയൊക്കെ ആയിട്ട് തിന്നു. അതിനിടയ്ക്ക് ഇതാണ്ട് ചോറൊക്കെ റെഡിയായി. തലേ ദിവസത്തെ നല്ല ചൂരക്കറിയായിരുന്നു വറ്റിച്ച് വെച്ചത്. മീനൊന്നും കിട്ടാനില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം കടലിലോട്ടൊന്നും പോക്കില്ലല്ലോ. അപ്പം ഇത് തന്നെ 2 ദിവസം കൊണ്ട് മീൻകറി വറ്റിച്ച് വെച്ചതാണ്. പിന്നെ പയറിരുന്നു, അത് വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് 2 സാമ്പാറും കൂടെ വെച്ചു. ഇന്നുകൊണ്ടൊന്ന് മലക്കറിയാണ്. അങ്ങനെ മലക്കറിയൊക്കെ തട്ടി വൃത്തിയാക്കി ഓരോ സെക്ഷനാക്കി ഫ്രിഡ്ജിലോട്ടൊക്കെ ആക്കി വെച്ചു. അതിനിടയ്ക്ക് സാമ്പാറൊക്കെ റെഡിയായി. എത്ര മഴയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് പഴങ്കഞ്ഞി. അതുകൊണ്ട് തലേ ദിവസത്തെ ചീനിയും പയറുമെഴുക്കുവരട്ടിയും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് തൈരൊക്കെ ആയിട്ട് ഒരു പിടുത്തം പിടിച്ചു.